ഹലോ, വൈറ്റ്സ് ഓൺ ടി വിയുടെ സംവാദ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു കൗതുകകരമായ വിഷയമുണ്ട്. കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമെന്നുള്ള രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിഷയം. അതിനെന്തുമാത്രം ഗൗരവമുണ്ടെന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട്, അടിയന്തര പ്രമേയത്തിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല, ശ്രീ രമേശ് പതിവിന് വിപരീതമായി സതീശന് പകരം രമേശ് ചെന്നിത്തല, കോൺഗ്രസിലുണ്ടാകുന്ന പുതിയ സമവാക്യങ്ങളുടെ പ്രതിഫലനം കൂടിയാവാതെ രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. ഈ നാട്ടിലുണ്ടാകുന്ന മയക്കുമരുന്ന് ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട അക്രമ പ്രവർത്തനങ്ങളുമായിരുന്നു മുഖ്യ വിഷയം. ഈ ചർച്ചയ്ക്കിടയിൽ മുഖ്യമന്ത്രിയിലേക്ക് തൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനായി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് വളരെ ഗൗരവത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാടി എഴുന്നേറ്റെന്ന് പറയുന്ന ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അതിനെ അനുവദിക്കുകയില്ല. എന്നാൽ പോലും ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, എന്നെ ഇങ്ങനെ അവമാനിക്കരുത്, എന്നോടിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കരുത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നത് അപമാനകരമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് തോന്നുന്നു എന്ന് നിയമസഭയിൽ സമ്മതിക്കുകയാണ്. അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ സഹാക്കളായ MLA-മാരും. ഒന്നാലോചിച്ചേ, ഈ കേരളത്തിലെ വിവിധ മനുഷ്യരെ ഏതെല്ലാം തരത്തിൽ അവമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച ആളാണ് പിണറായി വിജയൻ. എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചതിന് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അവിടെ അത് കഴിഞ്ഞു. രമേശ് ചെന്നിത്തല തൻ്റെ സംസാരം തുടർന്നു പോയി, പറയാനുള്ള കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ചു. അപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തൻ്റെ കക്ഷിയിലെ ഒരു അംഗത്തെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നതായി തോന്നി. അദ്ദേഹം ചോദിച്ചു, എന്താണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാലുള്ള കുഴപ്പം, എന്ത് അപകടമാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു. പിന്നീട് ചർച്ച മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നുള്ള പദപ്രയോഗം തെറ്റോ ശരിയോ എന്നുള്ളതിലേക്ക്, കുട്ടികളുടെയും ആത്മഹത്യ, ആരെയും കൊല്ലാവുന്ന അവസ്ഥ, കൊച്ചുകുട്ടികളെ കൊല്ലാം, അമ്മയെ കൊല്ലാം, അച്ഛനെ കൊല്ലാം, സഹോദരന്മാരെ കൊല്ലാം, ആരെയും കൊല്ലാവുന്ന മാനസികാവസ്ഥയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന ക്രിമിനൽവൽകൃത കേരളത്തിലെ കുറിച്ച് ഉള്ള പ്രശ്നം അതല്ല. ഇത് മുഖ്യമന്ത്രിയെ വിളിച്ചോ ഇല്ലയോ എന്നുള്ള പ്രശ്നമായി മാറി. മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് വിളിച്ചതിൻ്റെ അനൗചിത്യമായ ചർച്ചാ വിഷയം. രണ്ടു കൂട്ടർ ഏറ്റുപിടിച്ചു. രണ്ട് വിഭാഗത്തിൽ പക്ഷപ്രതിപക്ഷങ്ങൾ ഏറ്റുപിടിച്ചു. എന്തിനായിരുന്നത്? ആ ഏറ്റുപിടുത്തത്തിൻ്റെ അവസാനം സംഭവിച്ചെന്താ? വാക്കൗട്ട്. സീരിയസ് ആയിട്ടുള്ളൊരു ചർച്ച ഇടയ്ക്ക് വെച്ച് നിർത്തി ഇറങ്ങിപ്പോകാൻ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ അവസരം കൊടുക്കുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറിയായി മാറിയത് മറ്റാരുമല്ല, ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയനെ നിർത്തി പൊരിക്കാനുള്ള എല്ലാ ആയുധങ്ങളും പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അത് ഉപയോഗിച്ചില്ല. ഈ വാക്കിലേക്ക്, മിസ്റ്റർ ചീഫ് മിനിസ്റ്ററിലേക്ക് എന്നുള്ള പ്രയോഗത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ കുഞ്ഞൻ നമ്പ്യാർ ഹാസ്യം അവതരിപ്പിക്കുന്നത് പോലെ പിണറായി വിജയൻ്റെ ഈ മിസ്റ്റർ പിണറായി എന്നുള്ള പ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ CPM-ന് സാധിച്ചു, കോൺഗ്രസിന് സാധിച്ചു. ഇതിനു മുമ്പ് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തെങ്കിലും ബാലിശമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വാക്കൗട്ട് നടത്തി സുഖമായിട്ട് നിയമസഭ നടത്തിക്കൊണ്ടു പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും പ്രതിപക്ഷം. കുറച്ച് നാൾ മുമ്പല്ലേ ഉണ്ടായത്. സതീശൻ തന്നെയല്ലേ 2 മിനിറ്റ് തൻ്റെ കട്ട് ചെയ്തു. രമേശ് സ്പീക്കർ ഇടപെട്ടു, അനാവശ്യമായി തൻ്റെ ചർച്ചകളിൽ സ്പീക്കർ ഇടപെടുന്നു എന്നായിരുന്നു ആരോപണം. അത് ഏതാനും ദിവസം മുമ്പ് നടന്നതാ. അപ്പോൾ ഓരോ വാക്കൗട്ടും നോക്കുക, എന്തിനു വേണ്ടിയാണ് ഈ വാക്കൗട്ടുകൾ, ആരെ സഹായിക്കാനാണ് ഈ വാക്കൗട്ടുകൾ? കോൺഗ്രസ്സുകാർ ചിന്തിക്കണം. അതിനാണോ അവരെ അവിടെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? വാക്കൗട്ട് നടത്തി പുറത്ത് പോകുന്ന ഭരണകക്ഷിക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യവും പറയാനും ചെയ്യാനും ഉള്ള സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത്. അത് കൊടുത്തില്ല. എന്തേ കൊടുക്കാത്തത്? ആശാവർക്കന്മാരെ വഴിയിലിട്ട് ഇളമര കരീമും ഗോപിനാഥും CI2-ൻ്റെ നേതാവും എടുത്തിട്ട് ചവിട്ടുമ്പോൾ, അസഭ്യമായ ഭാഷ ഉപയോഗിച്ച് പറയുമ്പോൾ, സുരേഷ് ഗോപി ഉമ്മ കൊടുക്കാനാണ് അവിടെ ചെന്നതെന്ന് പറയുമ്പോൾ അതിനെ പ്രതിഷേധിക്കണ്ടേ? എന്തേ പ്രതിഷേധിക്കാത്ത? ഇതിനൊക്കെ ബലം കൊടുക്കുന്നത്, ഇവർക്ക് ഇളമര കരീമിനും ഗോപിനാഥിനും MM മണിക്കും ഈ അസഭ്യം പറയാനുള്ള ഊർജം പകരുന്നത് മറ്റാരുമല്ല, പിണറായി തന്നെയാണ്. ഏറിയാൽ പറയും ജനരക്ഷാ പ്രവർത്തനമാണ്, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ ആളാണ്. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് തന്നെ തല്ലിച്ചതച്ചപ്പോൾ പറഞ്ഞ ആ പിണറായി വിജയൻ്റെ പോലീസ് അല്ലെങ്കിൽ അക്രമവാസന തടയാൻ, കൊച്ചുകുട്ടികളെ കൊന്നാൽ, വിഷം കൊടുത്തു കൊന്നാൽ, കുത്തിക്കൊന്നാൽ, മയക്കുമരുന്ന് കൊടുത്തു കൊന്നാൽ പിണറായി വിജയൻ എന്തെങ്കിലും വികാരമുണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി.
റിയാസിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോലും വികാരം ഉണ്ടാകില്ല. മറിച്ച് അത് റിയാസ് ഇപ്പം അങ്ങനെ ധരിക്കുന്നുണ്ടാവും. മറിച്ച് വീണാ വിജയൻ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ പിണറായി വിജയന് വികാരം ഉണ്ടാവുള്ളൂ. മറ്റെല്ലാം സാധാരണ സംഭവമായിട്ട് കാണാൻ മാത്രം മരവിച്ച മനസാക്ഷിയുടെ ഉടമയായിട്ട് പിണറായി മാറി. ഇത്രയും കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഒന്നും മിണ്ടാനില്ല, ഒരു പങ്കുമില്ല. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. തന്നെ വേദനിപ്പിക്കരുത്, തന്നോട് തന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് ഈ വിഷയം പറഞ്ഞ്? ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ രംഗത്തും. എത്ര സംഭവം വേണേൽ പറയാം. അപ്പോൾ നിയമസഭാ ചർച്ചകളുടെ ഗൗരവം എന്ത് എന്ന് പറയാൻ ദൗർഭാഗ്യവശാൽ ഇന്ന് കേരള നിയമസഭയിൽ പക്ഷപ്രതിപക്ഷങ്ങളിൽ ഒരു നേതാവ് പോലുമില്ല. ഇതല്ല നിയമസഭയിൽ ചർച്ച വേണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വനനയത്തെക്കുറിച്ച്, കേന്ദ്ര ഗവൺമെൻറ് നയപരിപാടികളെക്കുറിച്ച്, ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച പരിപാടികളെക്കുറിച്ച് വിശദമായ ചർച്ച ചെയ്യണം. ആരാണ് കള്ളത്തരം, കേന്ദ്രമാണോ കേരളമാണോ കള്ളത്തരം പറഞ്ഞ് ജനങ്ങളറിയണ്ടേ? അതിനുള്ള അവസരമില്ല. അതിനുമുമ്പ് വാക്കൗട്ടാണ്. ഏതാനും കാര്യങ്ങൾ പറഞ്ഞ് വാക്കൗട്ട് നടത്തി പോവുകയാണ്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഇത് പറയാൻ ബാധ്യതപ്പെട്ടവനാണ് ചീഫ് മിനിസ്റ്റർ, മന്ത്രിസഭ. അല്ലെ അത് ചൂണ്ടിക്കാണിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പ്രതിപക്ഷം. അതിന് തയ്യാറാകാതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് രണ്ട് വാക്ക് പറഞ്ഞ് പിണറായി വിജയൻ എന്നെ നോക്കി കണ്ണിറക്കി കാണിച്ചു എന്ന് പറഞ്ഞ്, അല്ലെ തുപ്പിക്കാണിച്ചു എന്ന് പറഞ്ഞ് അവിടെ ആ നിയമസഭാ സമ്മേളനം ഇല്ലാതാക്കാൻ, ജനങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളെ ഞെരിച്ച് കൊല്ലാൻ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കൂട്ടു നിൽക്കുന്നത്. എന്തേ ഇത് കാണാത്തത്? ഇത് കേരളത്തിൻ്റെ ജനങ്ങൾ കാണണം. പ്രതിപക്ഷം അതിൻ്റെ റോള് ഇടപെടാൻ. കുഞ്ഞാലിക്കുട്ടിക്ക് എന്തെങ്കിലും സംസാരിച്ച് കണ്ടിട്ടുണ്ടോ? രണ്ടാമത്തെ കക്ഷിയാണ്, കേരളത്തിലെ മൂന്നാമത്തെ കക്ഷിയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രകടനങ്ങൾ എന്താ നിയമസഭയിൽ കാണുന്നത്? ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അദ്ദേഹം? യാദൃശ്ചിക ഒരു വാചകം പറയും, ഏറ്റു നിൽക്കും. ആരാ പറയുന്നത്? പിന്നെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ആരാ സംസാരിക്കാറ്? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആലോചിക്കും നിങ്ങൾ. യുണൈറ്റഡ് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മോൻസ് ജോസഫ് സംസാരിച്ച് കണ്ടിട്ടുണ്ടോ ഈ ഇത്തരം വിഷയങ്ങൾ? വാക്കൗട്ടിന് നേതൃത്വം നൽകാൻ അവരാരെങ്കിലും കുഞ്ഞാലിക്കുട്ടി വന്നിട്ടുണ്ടോ? കൂടെ പോയി രമേശ് ചെന്നിത്തലയോ സതീശനോ എഴുന്നേക്കും, പ്രതിപക്ഷ നേതാവ് ഞാൻ വാക്കൗട്ട് നടത്തും എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ പുറകെ പോവുകയാണ്. പക്ഷെ അവരൊരുമിച്ച് കേരളത്തിലെ ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ പറയാതെ മുങ്ങി നടക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ തമ്മിലുള്ള അന്തർധാര, അതായത് ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള അന്തർധാര കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇന്ന് വാർത്ത വന്നു, ഓരോ വീതം വയ്ക്കലും പങ്ക് UDFൻ്റെ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് ഇത് അടുത്ത പ്രാവശ്യം ഏതെങ്കിലും കാരണവശാൽ UDF അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നുള്ള ഉറപ്പ്, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെയും ചില നേതാക്കന്മാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നുള്ള ഉറപ്പ് ഇവിടെ ഉണ്ടായി. ആ ഉറപ്പാണ് ഇന്ന് ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസിനെ യോജിപ്പിച്ച് നിർത്തുന്നത്. അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് സാധ്യമല്ല. തങ്ങളായാലും ജയിക്കും. ഇടതുപക്ഷത്തോടുള്ള വിരോധം കാരണം തങ്ങൾക്ക് വോട്ട് ചെയ്യും, തങ്ങൾ ജയിക്കും. നാളെ പറയാം, നാളെ സതീശന് ജയിക്കുമെന്ന് ഉറപ്പുണ്ട്, നാളെ ഒരു പ്രസ്താവന നടത്താം. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, തോറ്റാലും ഉത്തരവാദിത്വം എനിക്കാണ്. പുതുപ്പള്ളി പറഞ്ഞു, തൃക്കാക്കര പറഞ്ഞു, പാലക്കാട് പറഞ്ഞു. പക്ഷേ ചേലക്കര പറഞ്ഞില്ലല്ലേ? ശ്രദ്ധിച്ചാരെങ്കിലും? ഈ കാപട്യത്തിൽ നിന്നും കോൺഗ്രസിൻ്റേതായ സത്യസന്ധതയിലേക്ക് മാറാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ ഇത്തരം ഏച്ചുകെട്ടലുകളൊന്നും വേണ്ട. നേരെ പിണറായി വിജയനായിട്ട് മത്സരിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതിനുള്ള ആർജവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, UDFനെ നയിക്കുന്നവർക്കുണ്ടെങ്കിൽ, ആരാ നയിക്കുന്നതെന്ന് അറിയില്ല, നയിക്കുന്നവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. തൽക്കാലം അത്രമാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.